തെറ്റ് ചെയ്ത വീട്ടിൽ നിന്നും ബാങ്ക് അധികൃതർ പാസ്പോർട്ട് എടുത്ത് തരുന്നില്ലെന്ന് പരാതി. കൊയിലാണ്ടി സ്വദേശി റിയാസിന്റെ ഖത്തറിലേക്കുള്ള നാളത്തെ യാത്ര പ്രതിസന്ധിയിൽ. തിരികെ പോയില്ലെങ്കിൽ ആകെയുള്ള ജോലി നഷ്ടമാകുമെന്ന് റിയാസ്. അതേസമയം ഇന്നും നാളെയും ബാങ്ക് അവധി ദിവസങ്ങളാണെന്നും ഒന്നും ചെയ്യാനാവില്ല എന്നും ബാങ്ക് മാനേജർ രാഹുൽ മീഡിയ വണ്ണിനോട്. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദു, നമ്മൾ ബാങ്ക് മാനേജറുടെ പ്രതികരണം കേട്ടതാണ്. അവർ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അവർ പറയുന്നത് ഇന്നും നാളെയും ബാങ്ക് അവധിയാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. തിങ്കളാഴ്ച നോക്കാമെന്ന് പറയുന്നു. എന്താണ് ശരിക്കും ഇനിയും റിയാസിന്റെ മുന്നിലേക്കുള്ള ഒരു വഴി? മറ്റു വിശദാംശങ്ങൾ. റിയാസ് ആകെ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ്. റിയാസ് പറയുന്നതനുസരിച്ച് ഒരാഴ്ചയായി ഈ മാനേജറെ ബന്ധപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ പാസ്പോർട്ട് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഉടൻ തന്നെ വരാമെന്നൊക്കെ പറയുകയല്ലാതെ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് എടുത്തു നൽകാമെന്ന് ബാങ്കിൽ നിന്നും അറിയിച്ചെങ്കിലും അവർ ഇതുവരെയും ഇങ്ങോട്ട് വരാൻ തയ്യാറായില്ല. ഇനിയിപ്പോൾ സമയമില്ല, നാളെയാണ് റിയാസിന് പോകേണ്ടത്. റിയാസിന്റെ ഫോണിൽ അവിടെ നിന്നും ഖത്തറിൽ നിന്നും അയച്ചു കൊടുത്ത ടിക്കറ്റ് ഉൾപ്പെടെയുണ്ട്. 24-ാം തീയതിയാണ് പോകേണ്ടത്. പക്ഷേ പാസ്പോർട്ട് കിട്ടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളോട് നേരത്തെ പ്രതികരിച്ച ബാങ്ക് മാനേജർ പറഞ്ഞത് ഇന്നും നാളെയും അവധിയാണ്, തിങ്കളാഴ്ച മാത്രമേ ഇനി ഇത്തരത്തിലൊരു നടപടി സാധ്യമാകൂ എന്നുള്ളതാണ്. അപ്പോൾ അത് റിയാസിന് യാതൊരു വിധത്തിലും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, റിയാസിന്റെ ആകെയുള്ള ഒരു ജീവനോപാധിയാണ് ഖത്തറിലേക്ക് പോയിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നത്. അത് നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ്. റിയാസ് നമുക്കൊപ്പമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നാളെ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനി എന്താണ് സാധനം? ഇനിയിപ്പോ വളരെ ഇതായിട്ടാണ് ഇപ്പോ നമുക്കൊന്നാമത്തെ ഇപ്പം എല്ലാവരും പറഞ്ഞാൽ കുട്ടികളല്ലേ, നമ്മൾ ഡ്രൈവറാണ്. അപ്പോൾ അതിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ കിട്ടിയതാണ് വിസ. ഇനി എന്താണെന്ന് ഉടച്ചോൻ്റെ അടുത്താണ്. ബാങ്ക് മാനേജർ എത്ര തവണ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പാസ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു? ഞാൻ വിളിച്ചാൽ അയാൾ പിന്നെ വല്ലാത്തൊരു ഇതിലാണ് സംസാരിക്കുക. അതുകൊണ്ട് ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചാരിറ്റിൻ്റെ പിന്നെ ഒരാളുണ്ട്, റഷീദ് എന്ന് പറഞ്ഞിട്ട്. റഷീദിനെ അയാൾ പറഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ചൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ അയാൾ പറയും ഞാൻ പിന്നെ വിളിച്ചെന്ന് പറയാം, തിരക്കായിട്ട് നടക്കില്ല, ഒരു വിവരം തരും വേഗം. അപ്പോൾ പിന്നെ പിന്നെ ഇതുവരെ ആയി. ലാസ്റ്റ് ഇപ്പോൾ ഇന്നലെയാണ് അയാൾ പറഞ്ഞത് പിന്നെ മീറ്റിംഗാണ്, ഇന്ന് വരൂ എന്നുള്ളതിൽ പിന്നെ പറഞ്ഞത്. അയാളും കൂടെ വന്ന് കാത്തുനിന്ന് അയാൾ നമ്മളെ വിളിച്ച് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞ് വരും. പിന്നെ അയാൾ നമുക്ക് വിളിച്ച ആളെ കാണുന്നില്ല, ഇതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ച ആൾ പിന്നെ ഞാൻ വീട്ടിൽ പോവാണ് എന്നിട്ട് ആൾ തിരികെ പോയി. ഈ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും റിയാസ് ബാങ്ക് മാനേജറായിട്ട് നന്ദു ഒരു നിമിഷം ഒന്ന് തുടരാമോ? നമുക്ക് ആ പ്രതികരണം, ഈ ബാങ്ക് മാനേജറുടെ പ്രതികരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് മാനേജർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. അതിനുശേഷം ഞാൻ നന്ദുവിലേക്ക് തിരികെ എത്താം. ഇന്ന് ബാങ്കില്ല, നാളെ ബാങ്കില്ല, തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് അത് എടുത്തോളൂ. പക്ഷെ ഇയാള് മാത്രമായിട്ട് വന്നിട്ട് അതിനകത്തൊരു സീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇതൊരു ബാങ്കാണ്, ഞാനൊരു ബാങ്ക് മാനേജറാണ്, ഇതിനകത്ത് അയാൾ വന്നിട്ട് ഇവിടെ കയറിയിട്ട് ഒരു സീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ ജോലി പോകുന്നൊരു കാര്യമാണ്. ഇയാളത് എടുക്കാതോട് മനഃപൂർവ്വം അതിനകത്ത് വെച്ചിട്ട് ഒരു ബാങ്കിനെ ഒരു ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ് നന്ദു, ബാങ്ക് മാനേജർ രാഹുലിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ബാങ്ക് മാനേജറായ രാഹുൽ പറയുന്നൊരു കാര്യം, റിയാസ് മനഃപൂർവ്വം ബാങ്കിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി തവണ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞു. അതായത് റിയാസിനോട് പറഞ്ഞിരുന്നു, ബാങ്ക് അധികൃതർ പറഞ്ഞിരുന്നു ഇന്ന് നാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ബാങ്ക് അവധിയാണ്. അപ്പോൾ ബാങ്കിന് കൊടുക്കാനുള്ള ശ്രമമാണ് എന്നാണ് ഈ മാനേജറായ രാഹുൽ ആരോപിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രതികരണത്തിൽ നമുക്ക് റിയാസിന്റെ ഒരു വിശദീകരണം എന്താണെന്ന് തീർച്ചയായും തേടേണ്ടതുണ്ട്. റിയാസിനോട് ചോദിക്കുമോ ഇതിനുള്ള മറുപടി? തീർച്ചയായിട്ടും. അതായത് ബാങ്ക് മാനേജർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് നിങ്ങളോട് നേരത്തെ തന്നെ ഇതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങളത് എടുത്തില്ല. ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ പരാതിയുമായി എത്തിയത് ബാങ്കിനെ കൊടുക്കാനുള്ള ഒരു ശ്രമമാണെന്നുള്ളതാണ്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം എടുത്തു വെച്ചെന്നുള്ള ഇതാണ്. ഇതതിൻ്റെ ഇടയിൽ പിന്നെ സാധാരണ പിന്നെ മകളെ ഒരു ഫയലിൻ്റെ ഒരു ഇതുണ്ട്, ഫോൾഡിങ് ഉണ്ട്. അതിലാണ് എല്ലാവരും പാസ്പോർട്ട് പിന്നെ അവളുടെ അടക്കം എല്ലാവരും ഉണ്ടാവില്ല. ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് മെഡിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ വെച്ചത് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ വലിപ്പിലാണ് വെച്ചത്. വലിപ്പിൽ വെച്ചു. പിന്നെ അതന്നെ
ഇനി പെട്ടെന്ന് ഞാൻ ആ അവസ്ഥയിൽ ഇപ്പോൾ ആരോടും ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എങ്ങനെ ആലോചിച്ച് എല്ലാം റെഡിയായി നിന്നാലും അജി, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. നമ്മളോട് പ്രതികരിച്ചതിന് ശേഷം ഈ ബാങ്ക് മാനേജർ റിയാസിനെ വിളിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആ ഘട്ടത്തിൽ റിയാസുമായി ബാങ്ക് മാനേജർ എന്താണ് സംസാരിച്ചത് എന്ന കാര്യത്തിൽ കൂടി ഒരു ചെറിയ പ്രതികരണം എടുക്കാമെന്ന് തോന്നും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബാങ്ക് മാനേജർ വിളിച്ചു എന്ന് പറയുന്നു. എന്താണ് ബാങ്ക് മാനേജർ പറഞ്ഞത് നിങ്ങളോട്? ഇപ്പോൾ ലാസ്റ്റ് വിളിച്ചപ്പോൾ പാസ്പോർട്ട് തരില്ല. എന്തുകൊണ്ട് തരില്ല എന്നാ പറയുന്നത്? എന്തുകൊണ്ട് തരില്ല എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അതാണ് പറയുന്നത്. ഞാനിപ്പോൾ പിന്നെ മീഡിയാസിനെ വിളിച്ചുകൊണ്ടായിരിക്കും. ഞാൻ അയാളെ അത്രയും ഞാൻ വിളിച്ച എൻ്റെ കോളിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. കോൾ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അയാൾ ഫോൺ എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. പിന്നെ എനിക്കിതല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചു. അയാളോട് അതിൻ്റെ വിവരങ്ങൾക്കായി വരാമെന്നുള്ളതായി. പിന്നെ അയാളെ വിളിച്ചിട്ട് കിട്ടണില്ല, അയാൾക്കും കിട്ടണില്ല, ഫോണേ കിട്ടുന്നില്ല. അതിൻ്റെ കോൾ ലിസ്റ്റൊക്കെ ഇതിലുണ്ട്, ആൾ എടുക്കാത്തതും എടുത്തതും ഒക്കെ. തീർച്ചയായും അജി, വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് റിയാസ് കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ. ഏറ്റവും ഒടുവിലായി ബാങ്ക് മാനേജർ വിളിച്ചിട്ട് പാസ്പോർട്ട് തരാൻ പറ്റില്ല എന്ന് റിയാസിനെ അറിയിച്ചു എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ബാങ്ക് മാനേജറായ രാഹുൽ റിയാസിനോട് പറഞ്ഞത്. അതൊട്ടും ശരിയല്ല. അത് ബാങ്ക് മാനേജർക്ക് അത് പറയാനുള്ള അധികാരവുമില്ല. ഒരു പൗരന്റെ ധാർമ്മികമായ അവകാശം, അവന്റെ രേഖ, പൗരത്വം എല്ലാം അവന്റെ ധാർമ്മികമായ അവകാശമാണ്. അത് പിടിച്ചുവെക്കാൻ ഒരു ബാങ്ക് അധികൃതർക്കും പറ്റുന്ന സാഹചര്യമല്ല.